നമസ്കാരം. ആന്റോ ആന്റണി എം പിയും പത്തനംതിട്ടയിലെ CPI നേതാക്കളും തമ്മിലുള്ള വാക്പോരാട്ടം ഇപ്പോൾ നിയമ പോരാട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ആന്റോ ആന്റണി എം പി പ്രമുഖ CPI നേതാവും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KP ഉദയഭാനുവിനെതിരെ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണിക്കെതിരെ ആരോപണങ്ങളുമായി KP ഉദയഭാനു രംഗത്തെത്തിയിരുന്നു. ഉദയഭാനു പറഞ്ഞത് തനിക്ക് മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ്. നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി 2 കോടി രൂപ കടം വാങ്ങിച്ചു എന്നുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒപ്പം ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവർ ഇവിടെ 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്നുവെന്നും കമ്പനി പൊളിഞ്ഞിട്ട് അദ്ദേഹം കേസ് കൊടുത്തില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായാലും CPM ജില്ലാ നേതൃത്വം ഇതെല്ലാം ഏറ്റുപിടിക്കുകയും ഇക്കാര്യത്തിൽ ആന്റോ ആന്റണി എം പിക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ വക്കീൽ നോട്ടീസുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിയമപരമായി തന്നെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നേരിടാനാണ് ഇപ്പോൾ ആന്റോ ആന്റണി എം പി തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സ് ഉടമ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. താൻ 2 കോടി രൂപ വാങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാങ്ങിയ പണം തന്നെ വായ്പയായിട്ട് വാങ്ങിയതാണെന്ന് അത് തിരികെ നൽകി എന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സിൻ്റെ ഉടമയായിരുന്ന രാജു പറയുന്നതാകട്ടെ ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങി തിരികെ തന്നില്ല എന്ന് 20 ലക്ഷം രൂപ മാത്രമാണ് മടക്കി തന്നത് എന്നുമാണ്. ഇക്കാര്യം ഏറ്റുപിടിച്ചുകൊണ്ടാണ് CPI നേതൃത്വം രംഗത്തെത്തിയത്. അതേസമയം ആന്റോ ആന്റണി എം പി നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിൽ പ്രതികരണവുമായി ഇപ്പോൾ KP ഉദയഭാനു രംഗത്തെത്തിയിരിക്കുകയാണ്. സമൂഹത്തിന് മുന്നിൽ മാനത്തിൻ്റെ ഉടുതുണി അഴിച്ചു നിൽക്കുന്ന ആന്റോ ആന്റണിക്ക് എന്ത് മാനനഷ്ട കേസെന്നാണ് ഉദയഭാനു പരിഹാസത്തോടെ പ്രതികരിച്ചത്. NM രാജുവിൽ നിന്ന് MP 2 കോടി വാങ്ങിയതായി NM രാജു തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം അതിൻ്റെ മറുപടി പറയണം ആദ്യം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ KP ഉദയഭാനു സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ആന്റോ ആന്റണിയാണെന്നാണ് ഇപ്പോൾ KP ഉദയഭാനു പറയുന്നത്. കാരണം പണം വാങ്ങിയ ആൾ ആന്റോ ആന്റണിയാണ് എന്ന് NM രാജു തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ആന്റോ ആന്റണിയാണ് ഇതിന് വിശദീകരണം നൽകേണ്ടത്. തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഉദയഭാനു സ്വീകരിച്ചിട്ടുള്ളത്. അതായത് പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിലായിരുന്നു ആന്റോ ആന്റണി എം പി ഈ NM രാജുവിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള ആരോപണം. ആന്റോ ആന്റണി എം പിയെയും അടൂർ പ്രകാശ് എം പിയെയും ഏതാണ്ട് സംശയത്തിന് മുന്നിൽ നടത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നടന്ന പല അന്വേഷണങ്ങളും പുരോഗമിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ളത്, കോൺഗ്രസ് നേതാക്കൾ ഇതിൽ പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ജില്ലയിലെ CPM നേതാക്കളൊക്കെ തന്നെ ആന്റോ ആന്റണിക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ഇടതുമുന്നണിക്ക് വലിയ തോതിലുള്ള വിജയം നേടാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാകട്ടെ ഈ ഒരു വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാർട്ടിക്ക് സംസ്ഥാനത്ത് മൊത്തത്തിൽ ഉണ്ടായ തിരിച്ചടിയെന്നും പത്തനംതിട്ട ജില്ലയിലും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ് ഉണ്ടായത് എന്നുമാണ് അവിടുത്തെ നേതാക്കൾ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആന്റോ ആന്റണിക്കെതിരെ CPM നേതൃത്വം പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ CPMൻ്റെ സമുന്നതനായ നേതാവും മുൻ MLA ഒക്കെ A പത്മകുമാർ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. പത്മകുമാറിൻ്റെ പേരിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുള്ള ചോദ്യവും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നിരന്തരമായി ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയും പ്രതിരോധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ CPM നേതാക്കൾ ആന്റോ ആന്റണിക്കെതിരെ രംഗത്ത് വന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ആന്റോ ആന്റണി KPCC പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെയാണോ പതിവ് പോലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി ആന്റോ ആന്റണിക്കെതിരെ ഉള്ള പരാതികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായ സംശയവും അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ CPM-ഉം ആന്റോ ആന്റണിയും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. അതിനിടയിൽ ആന്റോ ആന്റണിയെ രക്ഷിക്കാനായി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകളും ഒക്കെ തന്നെയാണ് ഒരു പരിധിവരെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ആന്റോ ആന്റണിയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇവർ തമ്മിൽ നടത്തുന്ന നിയമപോരാട്ടം ഇനി ഏതുവരെ പോകും എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.